ഹായ് ഫ്രണ്ട്സ്, ഡിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണ്ണിമത്തൻ വെച്ചിട്ടാണ് നമ്മുടെ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. എളുപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ വേണ്ടി നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ്. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ട്. പിന്നെ 1 ഗ്ലാസ് പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് ഈ തണ്ണിമത്തനൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിടണം. അതൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിടാം. നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. തണ്ണിമത്തൻ ചെത്തുമ്പോൾ ഇതിലത്തെ വെള്ള കളറൊക്കെ ഒന്ന് കളയാട്ടോ. അവിടെ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രിങ്ക്സാണ് കേട്ടോ തണ്ണിമത്തൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് എടുക്കാം. മധുരം നോക്കിയോളാം. മധുരം പോരായുണ്ടെങ്കിൽ നമ്മുടെ ചില തണ്ണിമത്തൻ തീരെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ഇത്തിരി കൂടുതൽ ചേർക്കണം കേട്ടോ. ഇത് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ട് ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട. അപ്പോൾ വെള്ളം പോലെ അറിയാം. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ കുറച്ച് ശേഷം അടിക്കാനും ഇതൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ചെത്തിയിട്ടതിൻ്റെ ശേഷം ചെറുതായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇങ്ങനെ അതേ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ആദ്യം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഒന്നും കൂടി നമ്മൾ നന്നായി ഒന്ന് അമർത്തി. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഇനി വലുതും ഉടയാനുണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട്. മിൽക്ക് മെയ്ഡ് അധികം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ മധുരത്തിനനുസരിച്ച് മാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി പാലൊഴിച്ചാൽ മതി കേട്ടോ. അത് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാലാണ് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇളക്കിയിട്ട് മധുരം പോരായുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് കഴിക്കാൻ ഏറ്റവും പറ്റിയ ഡ്രിങ്ക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.